നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് തയ്യാറെടുത്ത രാജ്യം സ്വാതന്ത്ര്യദിനാഘോഷത്തിനൊരുങ്ങിയതോടെ ഭീകരാക്രമണ സാധ്യതയെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ദില്ലിയിലടക്കം സുരക്ഷ ശക്തമാക്കി. ജമ്മുകാശ്മീരിലടക്കം ഏറ്റുമുട്ടൽ കണക്കിലെടുത്ത് കനത്ത ജാഗ്രതയിലാണ് രാജ്യം. ആഘോഷങ്ങൾക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ചെങ്കോട്ടയിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ റിഹേഴ്സലുകൾ നടന്നു. ചെങ്കോട്ട ഉൾപ്പെടെ രാജ്യ തലസ്ഥാന മേഖലയിൽ കനത്ത സുരക്ഷാ വിന്യാസമാണ് ഒരുക്കിയത്. വിശിഷ്ട ഭാരത് 2047 എന്ന പ്രമേയം അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ആഘോഷം. രാവിലെ 7:30 ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തും. കർഷകർ, സ്ത്രീകൾ, ഗോത്രോഭാഗത്തിൽ നിന്നുള്ളവരടക്കം 6000 പേർ ഇത്തവണ ചടങ്ങുകൾക്ക് വിശിഷ്ടാതിഥികളായി എത്തും. വിവിധ സംസ്ഥാനങ്ങളിലെ 2000-ഓളം കലാകാരന്മാരും ചെങ്കോട്ടയിൽ പരിപാടി അവതരിപ്പിക്കും. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവും പങ്കെടുക്കും. കര, നാവിക, വ്യോമസേനകൾ, ദില്ലി പോലീസ്, NCC, NSS ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമാകും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരോട് രാജ്യമെന്നും കടപ്പെട്ടിരിക്കുന്നുവെന്നും ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. മൂന്നാമത്തെ വലിയ സമ്പദ് ശക്തിയായി ഇന്ത്യ മാറുന്നു. കർഷകർ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കി. നാരീശക്തി ഇന്ത്യയുടെ സമ്പത്താണെന്നും പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തുകയാണെന്നും അവർ പറഞ്ഞു. എല്ലാ മേഖലകളിലും വികസനമുണ്ടാകുന്നു. ഒളിമ്പിക്സ് വേദിയിൽ ഇന്ത്യ തിളങ്ങി. താരങ്ങളുടെ സമർപ്പണത്തെ അഭിനന്ദിക്കുന്നു. കായിക മേഖലയിലും ഇന്ത്യ അനിഷേധ്യ ശക്തിയായി. 78ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ദ്രൗപദി മുർമു ആഹ്വാനം ചെയ്തു. അർജുനായി മറ്റന്നാൾ വിശദ തെരച്ചിൽ. കൂടുതൽ യന്ത്രഭാഗങ്ങൾ വട ഉപയോഗിച്ച് വലിച്ച് പൊക്കിയെടുക്കും. നാളെ തിരച്ചിലില്ല. കർണാടക ശിരൂരിനെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള ഇന്നത്തെ തിരച്ചിൽ നിർത്തി. അർജുൻ്റെ ലോറിയിൽ ബന്ധിച്ചിരുന്ന കയറുൾപ്പെടെ നിർണായക കാര്യങ്ങൾ ഇന്നത്തെ തിരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനമായതിനാൽ നാളെ തിരച്ചിലുണ്ടാകില്ല. മറ്റന്നാൾ മുതൽ വീണ്ടും തിരച്ചിൽ നടക്കും. മണ്ണിനടിയിൽ കിടക്കുന്ന കയറുൾപ്പെടെയുള്ളവ വട ഉപയോഗിച്ച് ബന്ധിച്ച് വലിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങളാകും മുങ്ങൽ വിദഗ്ധർ ഈശ്വൽ മാൽപ്പയുടെ നേതൃത്വത്തിൽ നടക്കുക. ഇന്നത്തെ തിരച്ചിൽ തൃപ്തികരമാണെന്ന് അർജുൻ്റെ കുടുംബം പ്രതികരിച്ചു. നേവി ഇന്ന് നടത്തിയ തിരച്ചിലാണ് അർജുൻ്റെ ലോറിയിൽ തടികെട്ടിയിരുന്ന കയർ കണ്ടെത്തിയത്. കയർ തൻ്റെ ലോറിയുടേതാണെന്ന് ഉടമ മനാഫും സ്ഥിരീകരിച്ചു. എന്നാൽ നേവി കണ്ടെത്തിയ യന്ത്രഭാഗങ്ങൾ തൻ്റെ ലോറിയുടേതല്ലെന്ന് മനാഫ് പറഞ്ഞു. അത് ഒലിച്ചുപോയ ടാങ്കറിൻ്റേതാകാമെന്നാണ് മനാഫ് പറയുന്നത്. കാലാവധി ബാക്കി നിൽക്കെ ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഖുശ്ബു സുന്ദർ രാജിവെച്ചു. BJPയിൽ തുടരുമെന്ന് ഖുശ്ബു സുന്ദർ പ്രതികരിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇവർക്ക് സീറ്റ് നൽകിയിരുന്നില്ല. അതിനിടയിലാണ് രാജ്യപ്രഖ്യാപനം വരുന്നത്. അതേസമയം വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചെങ്കിലും BJPയിൽ തുടരുമെന്ന് ഖുശ്ബു അറിയിച്ചു. വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ മലയാളികളായ 2 NIA ഉദ്യോഗസ്ഥർക്ക്. വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ മലയാളികളായ 2 NIA ഉദ്യോഗസ്ഥർക്ക്. NIA സബ് ഇൻസ്പെക്ടർ G. വിജയകുമാറിനും ASI സന്തോഷ് PR-നുമാണ് അംഗീകാരം. തിരുവനന്തപുരം സ്വദേശിയായ വിജയകുമാർ ഡൽഹി NIA ആസ്ഥാനത്ത് പ്രവർത്തിച്ചു വരികയാണ്. കേരള പോലീസിൽ സർവീസിലിരിക്കെ കഴിഞ്ഞ 15 വർഷം മുമ്പാണ് വിജയകുമാർ ദേശീയ അന്വേഷണ ഏജൻസിയിൽ ചേർന്നത്. കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിലെ പ്രധാന അംഗമായ വിജയകുമാർ ഒട്ടേറെ തീവ്രവാദ കേസുകൾ തെളിയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിലുള്ള പാടവമാണ് വിജയകുമാറിനെ ശ്രദ്ധേയനാക്കിയത്. കേരള പോലീസ് സേനയിൽ നിന്ന് വിരമിച്ച തിരുവനന്തപുരം മുട്ടട സ്വദേശി R. ഗംഗാധരൻ നായരുടെയും MJ രാധമ്മയുടെയും മകനാണ്. സന്ധ്യയാണ് ഭാര്യ. മകൾ ഗൗരി. NIA ബംഗളൂരു യൂണിറ്റിൽ 15 വർഷമായി പ്രവർത്തിച്ചു വന്ന സുധീഷ് PR വിവിധ ഗുഡ് സർവീസ് എൻട്രികൾക്ക് അർഹനായിട്ടുണ്ട്. കൊല്ലം സ്വദേശിയായ ദേവരാജൻ നായരുടെയും ദേവകിയുടെയും മകനാണ്. ഭാര്യ പ്രസന്ന. ഐശ്വര്യ, നന്ദന എന്നിവർ മക്കളാണ്.